പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ നിമിഷം ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്തയാണ് പ്രേക്ഷകർക്കൊപ്പം റിപ്പോർട്ടർ എത്തിക്കുന്നത്. റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ടിരിക്കുകയാണ് റെയിൽവേ. വടക്കോട്ട് തീവണ്ടി ഇപ്പോൾ വരുന്നു. വടക്കോട്ട് വണ്ടി വന്നു തുടങ്ങുകയാണ്. ഇനിയും വരാനുണ്ട് കൂടുതൽ വണ്ടികൾ. ചെന്നൈ എയർപോർട്ട് മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1. ട്രെയിൻ സൗകര്യം വളരെ കുറവാണ്. റെയിൽവേ വേണ്ടത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷം വടക്കോട്ട് പോകാൻ ഒരു ട്രെയിനും ഇല്ല. ഒടുവിൽ മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിൽ കണ്ണു തുറന്നിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ. ഷൊർണൂർ കണ്ണൂർ പാതയിൽ യാത്രക്കാർക്ക് ആശ്വാസമായി പുതിയ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. ജൂലൈ 2 മുതൽ പാസഞ്ചർ ട്രെയിൻ ഓടിത്തുടങ്ങും. മലബാറിലെ ട്രെയിൻ യാത്ര ദുരിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടറിന്റെ തുടർച്ചയായുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഇടപെടൽ. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. ചെന്നൈ എയർപോർട്ട് മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1. ട്രെയിനുകളുടെ കുറവും ഉള്ള ട്രെയിനുകളിൽ കാലുകുത്താനിടമില്ലാതെ പ്രയാസപ്പെട്ടും യാത്ര ചെയ്തിരുന്ന മലബാറിലെ യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമേകുന്നതാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ നടപടി. നിലവിലെ തിരക്ക് കണക്കിലെടുത്താണ് ഷൊർണൂർ കണ്ണൂർ പാതയിൽ റെയിൽവേ പുതിയ ട്രെയിൻ അനുവദിച്ചത്. ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ അടുത്ത മാസം 2 മുതൽ ഓടിത്തുടങ്ങും. പ്രസ്തുത യാത്രക്കാർക്ക് ഏറെ ഗുണപ്രദമാകുന്ന രീതിയിലാണ് ട്രെയിൻ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഷൊർണൂരിൽ നിന്നും 3:40 പുറപ്പെടുന്ന 06:031 നമ്പർ ട്രെയിൻ 5:35 കോഴിക്കോട് 7:40 കണ്ണൂരിൽ എത്തിച്ചേരും. ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്നും രാവിലെ 8:10 പുറപ്പെടുന്ന 06:032 നമ്പർ ട്രെയിൻ 9:50 കോഴിക്കോട് എത്തും. തുടർന്ന് ഷൊർണൂരിലേക്ക് യാത്ര തിരിക്കും. പുതിയ സർവീസ് വരുന്നതോടെ വൈകിട്ട് കോഴിക്കോട് പാതയിലുള്ള തിരക്കിന് ആശ്വാസമാവും. പാസഞ്ചർ ട്രെയിൻ എത്തുന്നതോടെ മംഗള, നേത്രാവതി എന്നിവയെ ആശ്രയിക്കുന്നവർക്കും യാത്രയ്ക്ക് സൗകര്യപ്രദമാവും. പുതിയ സർവീസിന്റെ സമയം രാവിലെയും വൈകിട്ടും പരശുറാം എക്സ്പ്രസിന് പിന്നാലെയായതിനാൽ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടും. അതേസമയം 1 മാസത്തെ കാഴ്ചയിൽ 4 ദിവസമുള്ള സർവീസ് കൂട്ടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കൂടാതെ സ്പെഷ്യൽ ട്രെയിൻ സ്ഥിരം സർവീസ് ആക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചെന്നൈ എയർപോർട്ട് മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരൂർ. റിപ്പോർട്ടർ കോഫി വിത്ത് തെരൂണിൽ നമ്മളുടെ മലബാർ മേഖലയിലെ റിപ്പോർട്ടർമാർ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മലബാർ മേഖലയിലെ തീവണ്ടി ഇല്ലാത്തതും യാത്രാ ദുരിതവും കാലുകുത്താൻ ഇടമില്ലാത്ത വിധമാണ് പല സമയത്തും യാത്രക്കാർ ചെയ്യുന്നത്. അവർ ഈ യാത്രക്കാരുടെ മാനാഭിമാനത്തിന് റെയിൽവേ ഒരു പരിഗണനയും കൽപ്പിക്കുന്നില്ല എന്നതായിരുന്നു നമ്മുടെ ചോദ്യവും. ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത്. വണ്ടി വന്നു തുടങ്ങുന്നു. അപ്പോഴും ഞങ്ങൾക്കറിയാം ഇത് പൂർണ്ണമായിട്ടുമുള്ള പരിഹാരമാകുന്നില്ല. റിപ്പോർട്ടർ പരമ്പരയ്ക്ക് പിന്നാലെ പാസഞ്ചർ അനുവദിച്ച റെയിൽവേക്ക് ഒരിക്കൽ കൂടി നന്ദി. മുബഷീർ പി അക്ബറും സാനിയ മനോമിയും റോഷിപാലും നമുക്കൊപ്പം ചേരും. ആദ്യം മുബഷീർ പി അക്ബറിലേക്ക് പോകുന്നു. മുബഷീർ പി അക്ബർ, വെരി ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ള വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മുബഷീർ, നമ്മളുടെ പരമ്പര ഫലം കണ്ടിരിക്കുന്നു, നമ്മളുടെ ക്യാമ്പയിൻ ഫലം കണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ സന്തോഷകരമായ ഒരു കാര്യം. പക്ഷേ ഇത് തുടക്കം മാത്രമാണ്. ഇനിയും ഏറെ വേണം. സാനിയോ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. എന്നു മുതലാണ് പുതിയ തീവണ്ടി ഓടിത്തുടങ്ങുക? പുതിയ തീവണ്ടി വരുമ്പോൾ അത് സ്ഥിരമാകാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. കാരണം ഇത് യാത്രക്കാർക്ക് കൺവീനിയൻ്റ് ആയ ടൈമിലാണ് ഈ തീവണ്ടി ഓടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ മുബഷീർ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും മലബാറിലെ യാത്രാ ദുരിതത്തിൽ ഒരു താൽക്കാലിക ആശ്വാസമാകുന്ന രീതിയിലാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു ഷൊർണൂർ കണ്ണൂർ പാതയിൽ ഇത്തരമൊരു ട്രെയിൻ സർവീസ് റെയിൽവേ അനുവദിച്ചിരിക്കുന്നത്. ദക്ഷിണ റെയിൽവേ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് പ്രത്യേക സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചായിട്ടുള്ള കാര്യം പറയുന്നത്. ആ ഒരു വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആളുകളുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ്. എന്തായാലും തുടർച്ചയായി നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ മലബാറിലെ യാത്രാ ദുരിതത്തെക്കുറിച്ച് വാർത്തകൾ കൊടുത്തിരുന്നു. ഇത്തരത്തിൽ വളരെയധികം യാത്രക്കാരുണ്ടായിട്ടും അവർക്ക് യാത്ര ചെയ്യാനനുസരിച്ച് ട്രെയിൻ സർവീസ് ഇല്ലാത്തതും ഉള്ള ട്രെയിനുകളിൽ കാലുകുത്താൻ കഴിയാത്ത വിധം യാത്ര ചെയ്യുന്ന ആ ഒരു പ്രയാസപ്പെട്ട സാഹചര്യം ഉൾപ്പെടെ വാർത്ത ചെയ്തൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ജനപ്രതിനിധികൾ ഇടപെട്ടിരുന്നു. സംസ്ഥാന റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ ഷൊർണൂർ പാതയിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നു. അടുത്ത മാസം 2 മുതൽ ഇത് ഓടിത്തുടങ്ങുമെന്നുള്ളതാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിന്റെ സമയക്രമീകരണം ഉൾപ്പെടെ ഹ്രസ്വദൂര യാത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദമാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം
ഷൊർണൂർ കോഴിക്കോട് പാതയിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത് വൈകുന്നേരം സമയങ്ങളിലാണ്. ആ ഒരു സമയത്തിനനുസരിച്ച് തന്നെയാണ് ഈ ഒരു ട്രെയിനിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരാഴ്ചയിൽ 4 ദിവസം എന്ന രീതിയിൽ ഇത് ഓടിത്തുടങ്ങും. എന്തായാലും അടുത്ത മാസം 2 മുതൽ ഓടിത്തുടങ്ങുമ്പോൾ യാത്രക്കാരുടെ ഈ തിരക്കിനൊക്കെ തന്നെ താൽക്കാലിക ആശ്വാസമാവുന്നുള്ളതാണ്. 1 മാസത്തെ കണക്കിലാണ് ഇപ്പോൾ റെയിൽവേ ഇതിന്റെ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായ ഒരു സർവീസ് ലാഭകരമാവുകയാണെങ്കിൽ അത് നീട്ടുമെന്നുള്ളതാണ് റെയിൽവേ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും യാത്രക്കാരുടെ ഒരു തിരക്കും അതിനനുസരിച്ച് യാത്രക്കാർ ഇതിനെ ആശ്രയിക്കാൻ പോകുന്നത് കൊണ്ടും അത് ലാഭകരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ വലിയ ഒരു ആശ്വാസകരമായ നടപടി തന്നെയാണ് റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു ഭാഗത്തെ ദീർഘദൂര ട്രെയിനുകൾക്ക് വേണ്ടി, വിശേഷിച്ചും വന്ദേ ഭാരതിനൊക്കെ തന്നെ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഈ ഒരു മലബാറിൽ ഉണ്ടായിരുന്നു. വിശേഷിച്ചും കണ്ണൂരിലും കോഴിക്കോട്ടിലേക്കുമുള്ള യാത്രക്കാർ, തിരൂരിൽ നിന്ന് ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ യാത്രക്കാർ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ബാധിച്ചൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർക്കുൾപ്പെടെ ഒരു ആശ്വാസകരമാവുന്ന ഒരു നടപടി തന്നെയാണിത്. കാരണം പരശുറാം എക്സ്പ്രസിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ട്രെയിൻ എത്തുന്നത് എന്നുള്ളത് ഇത്തരത്തിലുള്ള യാത്രക്കാർക്ക് അതിൽ യാത്ര ചെയ്യാൻ സുഖപ്രദമാകും. കൂടാതെ മംഗള, നേത്രാവതി ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഇതിൽ ഈ ഒരു ട്രെയിനിനെ ആശ്രയിക്കുന്നതിന് ഏറ്റവും സൗകര്യപ്രദമാവും എന്നുള്ളതാണ് ഇതിന്റെ സമയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെക്കാലത്തിന് ശേഷമാണ് ഈ ഒരു മലബാറിലെ യാത്രക്കാരുടെ ദുരിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു നടപടി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ട്രെയിൻ സ്ഥിരമാക്കണമെന്നൊരു ആവശ്യം യാത്രക്കാർ നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, നിലവിൽ കണ്ണൂർ വരെയാണ് ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളത്. കണ്ണൂർ കൂടാതെ കാസർകോട്ടേക്കും ഈ ഒരു ട്രെയിൻ സർവീസ് നീട്ടണമെന്നൊരു ആവശ്യം ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ധാരാളം പാസഞ്ചേഴ്സ് ഉണ്ട്. ശരിയാണ് ബഷീർ. നമുക്ക് സാനിയിലേക്ക് പോയാൽ ഇനി എന്താണ് ഈ മലബാറിന്റെ ആവശ്യം? പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് ഇനിയും ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു മുബഷീർ നൽകിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് മലബാറിലെ യാത്രാ ദുരിതം. ഒരു ദിവസം നമ്മൾ കോഫി വിത്ത് അരുൺ എന്ന നമ്മളുടെ ഈ പ്രഭാത പരിപാടിയിൽ അരമണിക്കൂറോളം ഈ യാത്രാ ദുരിതം മാത്രമായിരുന്നു നമ്മൾ പ്രേക്ഷകരിലേക്ക് തുടർച്ചയായിട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിനൊരു ഫലമുണ്ടായിരിക്കുന്നു. മലബാറിലേക്ക് ഒരു പുതിയ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നു സതേൺ റെയിൽവേ. ഏറെ സന്തോഷമുള്ള കാര്യം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും, MP ക്കും മന്ത്രിക്കും ഒക്കെ നമ്മളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുക കൂടി ചെയ്തു.